അപ്പാച്ചി 160, 180 ബൈക്കുകളുടെ ഹെഡും സിലിണ്ടറൊക്കെ വെച്ച് മോഡിഫൈ ചെയ്ത് ഡിസ്ക് ബ്രേക്കുകളും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റിയൽ റൈഡിംഗ് പ്ലഷർ എന്താണെന്ന് മലയാളിക്ക് കാണിച്ചു തന്ന ഒരു വിൻറ്റേജ് ലെജൻഡാണ് സുസുക്കി. ഇന്നത്തെ അപ്പാച്ചയുടെ ഒറിജിനൽ അപ്പൂപ്പൻ, ഇന്ത്യൻ 4 സ്ട്രോക്ക് പെർഫോമൻസ് ബൈക്കുകളുടെ തുടക്കക്കാരൻ എന്നൊക്കെ നമുക്ക് ഈ ഒരു ബൈക്കിനെ വിശേഷിപ്പിക്കാം കേട്ടോ. 2026-ലും വണ്ടി ഭ്രാന്തന്മാർ തിരഞ്ഞു പിടിച്ചു വാങ്ങുന്ന ഈ ഒരു മെഷീന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. ലുക്കിൽ വലിയ പത്രാസോ മസ്കുലർ ടാങ്കോ ഒന്നും കാണാനില്ല. വളരെ ലളിതമായ ഒരു റെട്രോ കമ്മ്യൂട്ടർ ലുക്കിൽ കമ്മ്യൂട്ടർ ആണെങ്കിലും ക്യാരക്ടറിൽ ഇതൊരു പക്ക സ്പോർട്സ് ബൈക്കാണ്. ഇതിന്റെ എഞ്ചിൻ റിഫൈൻമെന്റ് വേറെ ലെവലാണ്. തുടക്കത്തിൽ ഇതൊരു ഡെയിലി കമ്മ്യൂട്ടർ പ്ലസ് പെർഫോമൻസ് ബൈക്കായിട്ടാണ് വിപണിയിലെത്തിയത്. ഓഫീസ് യാത്രകൾക്കും ഒപ്പം വീക്കെൻഡുകളിലെ ലോങ് റൈഡുകൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയൊരു ബൈക്ക്. എന്നാൽ ഇന്ന് ഇതൊരു പ്യുവർ കളക്ടേഴ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ ട്രാക്ക് റേസിംഗിന് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബേസ് മെഷീൻ. ഇന്ന് ഈ ഒരു ബൈക്ക് പുതിയത് വാങ്ങാൻ കിട്ടില്ല, സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലാണ് കളി. കണ്ടീഷൻ കുറഞ്ഞ പേപ്പറുകളൊന്നും കറക്റ്റ് അല്ലാത്ത വണ്ടികൾ ഏകദേശം 20,000-30,000 ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുമായിരിക്കും. പക്ഷേ നല്ല രീതിയിൽ റീസ്റ്റോർ ചെയ്ത ഒറിജിനൽ പാർട്സുകളൊക്കെ ഉള്ള വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. ഏകദേശം 40,000-70,000 വരെയാണ് ഈ ഒരു ബൈക്കുകളുടെ വിലയും വരാറുള്ളത്. പഴയ ക്ലാസിക് വണ്ടികൾ റീസ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇതിന്റെ എഞ്ചിൻ ട്യൂൺ ചെയ്യാനും, അതായത് അപ്പാച്ചി 160, 180 ബൈക്കുകളുടെ ഹെഡും സിലിണ്ടറൊക്കെ വെച്ച് മോഡിഫൈ ചെയ്ത് റേസിംഗിന് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വണ്ടി ഭ്രാന്തന്മാരൊക്കെയാണ് ഈ ഒരു ബൈക്ക് 2026-ലും അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പുതിയ ഫീച്ചറുകളോ ഡിജിറ്റൽ മീറ്ററോ ഒന്നും ഇല്ലെങ്കിലും റോഡിൽ ഇറക്കിയാൽ ഈ ഒരു ബൈക്ക് തരുന്ന ആ ഒരു റൈഡ് ഫീല് അത് വേറെ ഒന്നും തരാൻ കഴിയില്ല. 2000 ആണ്ടിന്റെ തുടക്കത്തിൽ TVS സുസുക്കി കൂട്ടുകെട്ടിലാണ് ഈ ഒരു മെഷീൻ പിറവിയുള്ളത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മോട്ടോ നോയ്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സുസുക്കി ഫിയറോ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു സന്തോഷകരമായ കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കണ്ടന്റിനെ ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയ 1000 വണ്ടി ഭ്രാന്തന്മാരോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇനി അങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. 2026-ൽ ഈ ഒരു ബൈക്കിൻ്റെ റൈഡ് റിവ്യൂ ചെയ്യുന്നതിൽ പ്രശസ്തിയില്ല, കാരണം ഈ ഒരു ബൈക്ക് എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. സുസുക്കി ഫിയറോ എന്നത് എൻ്റെ ഫേവറേറ്റ് ബൈക്കുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിനൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നൊരു മൈൻഡിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. 2000 ആണ്ടിൻ്റെ തുടക്കത്തിലാണ് ഈ ഒരു ബൈക്ക് ജനനം കൊള്ളുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അന്നത്തെ കാലത്ത് 100 cc അത്യാവശ്യം മൈലേജ് നൽകുന്ന ബൈക്കുകൾ വാണിരുന്ന വിപണിയിലേക്ക് 147.5 cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനുമായാണ് ഫിയറോ എത്തിയത്. ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നത് സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിൻ പെർഫോമൻസ് ആണ്. ഒരു ഹൈ സ്പീഡിലേക്കൊക്കെ നോക്കുമ്പോൾ അത്ര വലിയ വൈബ്രേഷൻസ് ഒന്നും ഈ ഒരു ബൈക്കിന് ഉണ്ടായിരുന്നില്ല. 4 സ്പീഡ് മാനുവൽ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ് ബൈക്കിന് ഇടുന്നത്. ഗിയർ എല്ലാം ഇടുന്നത് താഴ്ത്തിട്ടാണ്. നല്ല ഹാൻഡ്ലിങ്ങും പവറും കാരണം ഇന്ത്യൻ റാലി ട്രാക്കുകളിൽ ഫിയറോ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ TVSും സുസുക്കിയും തമ്മിൽ വേർപിരിഞ്ഞു. അതിനുശേഷമാണ് TVS സ്വന്തം നിലയിൽ ഫിയറോ F2, FX എന്നീ മോഡലുകളും വിപണിയിൽ ഇറക്കുന്നത്. ഡിജിറ്റൽ മീറ്ററും പുതിയ ഡിസൈനും ഒക്കെ ആയിട്ട് വന്ന ഈ മോഡലുകൾക്കും വലിയ സ്വീകാര്യത ലഭിച്ചു. ഈ ഒരു ബൈക്കിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് TVS പിന്നീട് അവരുടെ അപ്പാച്ചെ എന്ന ബ്രാൻഡിനെ വികസിപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയിലെ അപ്പാച്ചെ ബൈക്കുകളുടെ വിജയത്തിന് പിന്നിൽ ഫിയറോയുടെ ആത്മാവുണ്ടെന്ന് നമുക്ക് പറയാം. ആദ്യമായിട്ട് ഫിയറോ കാണുന്ന ഒരാൾക്ക് ഇതൊരു സാധാരണ 100 cc കമ്മ്യൂട്ടർ ബൈക്കായിട്ട് തോന്നും. എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിന്റെ ഓരോ ഡിസൈൻ എലമെന്റിലും ഒരു സ്പോർട്ടി ക്യാരക്ടർ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ചെറിയ വൈസറോട് കൂടിയ ചതുരാകൃതിയിലുള്ള ഹെഡ് ലാമ്പ് ഡിസൈനാണ് ബൈക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇരുവശങ്ങളായിട്ട് ഇൻഡിക്കേറ്റേഴ്സും കാണാം. വലിയ അഗ്രസീവ് ലുക്കൊന്നും അല്ലെങ്കിലും അന്നത്തെ കാലത്ത് ഇതൊരു ക്ലാസിക് വൈബ് നൽകിയിരുന്നു. സ്പോക്ക് വീൽസും ട്യൂബ് ടയറുകളാണ് ബൈക്കിനുള്ളത്. റിയർ വ്യൂ ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ കിട്ടുന്ന റൗണ്ട് ഷേപ്പിലുള്ള മിററുകളാണ് ബൈക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്രണ്ട് ബ്രേക്കിന്റെ ബൈറ്റ് ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക് ബ്രേക്കുകളും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും അനലോഗായ ഒരു മീറ്റർ കൺസോളാണ് ബൈക്കിനുള്ളത്. വളരെ ബേസിക് ആയ കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു പക്ക റെട്രോ ഫീൽ നൽകും. ബൈക്കിന്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിന്റെ പവർ ഡെലിവറി നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പുറമേ കാണുന്ന ആ ഒരു പാവൻ ലുക്ക് കണ്ട് സുസുക്കി ഫിയറോയെ വില കുറച്ച് കാണുന്നതാണ് പലരുടെയും പ്രശ്നം. 12 bhp 7500 RPM-ലും 10.5 Nm ടോർക്ക് 6500 RPM-ലാണ് ഈ ഒരു ബൈക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്.
ഈ ഒരു ബൈക്കിൻ്റെ യഥാർത്ഥ മാജിക് ഒളിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ RPM റേഞ്ചിലാണ്. ഫിയറോ ഒരു മിഡ് ടു ഹൈ RPM ഫോക്കസ്ഡ് ബൈക്കാണ്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പോകുമ്പോൾ ഇതൊരു സാധാരണ സൗമ്യമായ കമ്പ്യൂട്ടർ ബൈക്ക് പോലെ നമുക്ക് തോന്നും. പക്ഷേ ബൈക്ക് ആ ഒരു 5000-7000 RPMലേക്ക് എത്തുമ്പോൾ വണ്ടിയുടെ സ്വഭാവം മാറും. ഒരു യഥാർത്ഥ സുസുക്കി എഞ്ചിൻ്റെ അഗ്രസീവ് സ്വഭാവം പുറത്തെടുക്കുന്നത് ആ ഒരു ഹൈ RPMലാണ്. ഇതിൻ്റെ പവർ ബാൻഡ് എൻജോയ് ചെയ്യണമെങ്കിൽ വണ്ടി നന്നായിട്ട് റെവ് ചെയ്ത് തന്നെ ഓടിക്കണം. 80 km/h ബൈക്കിൻ്റെ ആ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നല്ല നീളമുള്ള ഒരു ഫ്ലാറ്റ് സിംഗിൾ പീസ് സീറ്റാണ് ഫിയറോയ്ക്കുള്ളത്. ഇതിൻ്റെ കുഷനിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. റൈഡറിനെ പോലെ തന്നെ പില്ലിനും നല്ലൊരു സ്പേസ് ഈ ഒരു സീറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. 780 mm ആണ് ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. 154 mm ആണ് ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. സീറ്റ് ഹൈറ്റ് വളരെ ആക്സസിബിൾ ആണ്. ഏകദേശം 5.3 അല്ലെങ്കിൽ 5.4 അടിയുള്ള ഒരാൾക്ക് പോലും വളരെ ഈസി ആയിട്ട് 2 കാലും നിലത്തുറപ്പിച്ച് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഷോർട്ട് റൈഡേഴ്സിന് ഹെവി ട്രാഫിക്കിൽ പോലും വണ്ടി ഫ്ലിക്ക് ചെയ്ത് കൊണ്ട് നടക്കാനൊന്നും ഒരു സ്ട്രഗിളും ഉണ്ടാവില്ല. അപ്രൈറ്റ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനാണ് ഈ ഒരു ബൈക്കിനുള്ളത്. ഫ്രണ്ടിൽ പൾസർ 150യുടെ സ്റ്റമ്പും ഡിസ്കോണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. റിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ഷോക്ക് അബ്സർവേഴ്സ് ആണ് ബൈക്കിനുള്ളത്. നല്ല സോഫ്റ്റ് സൈഡ് സസ്പെൻഷൻ ഫീലാണ് ബൈക്കിൽ നിന്നും കിട്ടുന്നത്. ഒരു ക്ലാസിക് റെട്രോ ലുക്കുള്ള മെറ്റൽ ഫ്യൂൽ ടാങ്കാണ് ഫിയറോയ്ക്കുള്ളത്. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്നത് 13 ലിറ്റർ ആണ്. ഏകദേശം 2.5 ലിറ്ററോളം വരെയാണ് ബൈക്കിൻ്റെ റിസർവ് കപ്പാസിറ്റി വരുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാം നല്ലൊരു ലോങ് റൈഡ്സിനും സുസുക്കി ഒരു ബൈക്കിൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. 45-നും 55-നും ഇടയ്ക്കായിട്ടാണ് ബൈക്കിൻ്റെ മൈലേജും കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 600-700 കിലോമീറ്ററോളം ഈ ഒരു ബൈക്കിൽ യാതൊരു സ്ട്രെസ്സും കൂടാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ റിയൽ മാജിക് കേൾക്കാം. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. രണ്ടായിരത്തി 2026 ഈ ഒരു ബൈക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവ്സ് ആയിട്ടല്ല, ഇതിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് ബൈക്കിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ റിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. സോ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് മിനിമം ഫ്രണ്ടിലെങ്കിലും ഡിസ്ക് ബ്രേക്കുകൾ നമ്മൾ ആഡ് ചെയ്യാം. പിന്നൊരു കാര്യമുണ്ട്, ഇത് വാങ്ങിക്കുന്നവരുടെ അടുത്ത് ഇതിൽ എന്ത് മാറ്റം വരുത്തണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഐഡിയ ഇല്ലാത്തവരാരും ഈ ഒരു ബൈക്ക് എടുക്കത്തില്ല. പിന്നെ ഹൈവേസിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഒരു വലിയ വണ്ടി വരുമ്പോൾ നമ്മുടെ വണ്ടിക്ക് വോഗ്ലിംഗ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിൽ ലോങ് റൈഡ് പ്ലാൻ ചെയ്യുന്നവർ ഒരു ജോഡി ഓക്സിലറി ലൈറ്റ്സും അതുപോലെ തന്നെ ഹൈവേയിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട് റിയർ സെക്ഷനിലെ ടയർ സൈസ് ഒരു 190/18 അപ്ഗ്രേഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ലുക്ക് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും ധാരാളം മോഡിഫിക്കേഷൻസ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണിത്. നിങ്ങളുടെ ഐഡിയയ്ക്ക് അത് ഓരോന്നും സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് പൊതുവെ തോന്നിയൊരു കാര്യമുണ്ട്, നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലോ 500cc ബൈക്കുകളിലേക്കും ബൈക്കിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ഇത് പൊതുവെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. 2000-ന് മുമ്പുള്ള ബൈക്കുകൾ, 2000 മുതൽ 2010 വരെയുള്ള ബൈക്കുകൾ, 2010 മുതൽ 2020 വരെയുള്ള ബൈക്കുകൾ, അതുപോലെ തന്നെ 2020-ന് ശേഷമുള്ള ബൈക്കുകൾ. 2000 വരെയുള്ള ബൈക്കുകളെ ഞാൻ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 2000 മുതൽ 2010 വരെയുള്ള ബൈക്കുകളെ നമുക്കൊരു പ്യൂപ്പയോടൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ ഹൈബർനേഷൻ ടൈം വലിയ എന്തോ ഒരു മാറ്റത്തിനായിട്ട് സൈലൻ്റ് ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുകയാണ്. 2010 മുതൽ 2020 വരെയുള്ള ടൈം, ഈ ഒരു ടൈമിൽ പ്യൂപ്പൊക്കെ പൊട്ടിച്ച് പൂമ്പാറ്റ പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഇയറിലുള്ള ബൈക്കുകളോട് എനിക്കെന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടവും താല്പര്യമൊക്കെയാണ്. പൊതുവെ പെർഫോമൻസ് ബൈക്ക് ഇറക്കുന്ന എല്ലാ ബ്രാൻഡുകളുടെ ബൈക്കിനെ കുറിച്ചോട്ട് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു ടൈമിൽ മിക്ക ബ്രാൻഡ് ഇറക്കുന്ന ബൈക്കുകൾക്ക് ഒരു പ്രത്യേക ലുക്കും ഒരു പ്രത്യേക പെർഫോമൻസും പവറൊക്കെ ഉള്ളതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 2020-ന് ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഒരു ടൈം ലൈനിൽ ഇറങ്ങുന്ന ചില ബൈക്കുകളോട് നമുക്ക് ആ ഒരു പഴയ ബൈക്കുകളോടുള്ള അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നില്ല. പഴയ ബൈക്കുകളുടെ ആ ഒരു ലെഗസി അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന പോലെയൊക്കെ. എന്നിരുന്നാലും ഈ ഒരു 4 ടൈം ലൈനിലും എന്താ പറയുക, ചിലർ വരുമ്പോൾ കാലം വഴിമാറും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അതുപോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ബ്രാൻഡുകളും അവരുടെ ബൈക്കുകളും ടോപ്പായിട്ട് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2000 വരെയുള്ള ടൈമിൽ യമഹ ടോപ്പായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. 2000 മുതൽ 2010 വരെ നോക്കുകയാണെങ്കിൽ അത് ബജാജിൻ്റെ ടൈമായിരുന്നു. അതുപോലെ 2010 തൊട്ട് 2020 വരെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് KTM-ൻ്റെ ടൈമാണ്. ഇപ്പോൾ 2020-ന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ടി വി എസ് തൂക്കിയെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അമ്മാതിരി ഐറ്റംസാണ് അവരിപ്പോൾ പറിച്ചിടുന്നത്. ഫിയറോയുടെ റിവ്യൂക്കിടയിൽ ഇത്രയും കാര്യങ്ങൾ കയറ്റി പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈക്ക് TVS ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇൻഷാല്ലാ ഒരു ദിവസം ഏതായാലും TVS-ൻ്റെ പുതിയ ബൈക്കുകൾ നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടുമായിരിക്കും. അതുപോലെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരുപക്ഷെ വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് വണ്ടി സെയിലാക്കാനുണ്ടോ അല്ലെങ്കിൽ വണ്ടി സെയിലാക്കാനുണ്ട് എന്നത്. അപ്പോൾ ഈ ഒരു ബൈക്ക് വാങ്ങാനും വിൽക്കാനും പ്ലാൻ ഉള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം. നിങ്ങൾക്ക് പരസ്പരം കോൺടാക്ട് ചെയ്യാനും പറ്റും. നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിനെ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ചുരുക്കത്തിൽ ഇന്നത്തെ പൾസറും അപ്പാച്ചയും KTM ഒക്കെ വരുന്നതിന് എത്രയോ മുൻപ് റിയൽ റൈഡിംഗ് പ്ലഷർ എന്താണെന്ന് മലയാളിക്ക് കാണിച്ചു തന്ന ഒരു വിൻറ്റേജ് ലെജൻഡാണ് സുസുക്കി ഫിയറോ. ഒരു സ്ലീപ്പർ ബൈക്കിൻ്റെ ക്യാരക്ടറും ഹൈ റിവേഡ് എഞ്ചിനും ഇഷ്ടപ്പെടുന്നവർക്ക്
ഇന്നും ഫിയർ ഒരു വികാരമാണ്. നിങ്ങളിൽ എത്ര പേര് ഈ ഒരു ബൈക്ക് ഓടിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിലുള്ള എക്സ്പീരിയൻസും ഓർമ്മകളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതുപോലെയുള്ള കണ്ടൻസിൽ ഇനിയും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് വിശാൽ വിജയൻ സൈനിങ് ഓഫ് ഫോർ മോട്ടോ ന്യൂസ് മലയാളം. താങ്ക് യു.